നമസ്കാരം. ദുബായ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് വിന്താലുമാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 4 തക്കോലം, ഒരു പീസ് കറുകപ്പട്ട, 4 ഏലക്ക, കാശ്മീരി മുളക് പൊടി, കുരുമുളക്, പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഉലുവ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കുറച്ച് വിനാഗിരി, കടുക്, ഒരു 30 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്. ഇത്രയാണ് നമുക്ക് വിന്താലു ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം നമുക്ക് ഇതിൻ്റെ മസാലകൾക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ നമ്മളെ ഈ ഒരു 4 തക്കോലം, ഏലക്ക, കറുകപ്പട്ട, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കടുക്. ഓക്കെ, അപ്പോൾ ഈ കടുകും ബാക്കിയുള്ള കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 3 വറ്റൽമുളക് കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം. ചെറിയൊരു ചൂടായാൽ മതി. ചെറുതായിട്ട് പൊടികളെല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനെ ജാറിലോട്ട് മാറ്റി ഇതിനെ നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ പൊടികളെല്ലാം നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ബീഫിലോട്ട് മിക്സ് ചെയ്യാം. ഞാൻ 1 കിലോ ബീഫാണ്, എല്ലില്ലാത്ത ബീഫാണ് മേടിച്ചിട്ടുള്ളത്. ഒരു മീഡിയം സൈസിനാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഈ മസാല ഇതിലോട്ട് ചേർക്കാം. അപ്പം നമ്മൾ ബീഫിൽ മസാല ചേർത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്കൊരു 4 വിസിൽ കേൾപ്പിക്കാം. നമ്മൾ ബീഫ് വേവാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. അപ്പോൾ 4 വിസിൽ കേട്ടിട്ടുണ്ട്. നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോഴത്തേക്ക് ബീഫിന് ആവശ്യമായിട്ടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കറിച്ചട്ടിയിലാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കറിച്ചട്ടിയിൽ നിന്ന് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കുറച്ച് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുക് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം അതിനൊന്ന് മൂപ്പിച്ച് എടുക്കാം. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം ഇതിലോട്ട് ഞാൻ ഒരു 1.5 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 30 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഇതിൽ നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലിരിക്കുന്ന ബീഫിനെ ഇതിലോട്ട് മാറ്റാം. ഇപ്പോൾ കുക്കർ നല്ലതായിട്ട് തണുത്ത അതിൻ്റെ ഇറക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം.
ഇപ്പം നമ്മുടെ ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഈ ബീഫിനെ ഇതിലോട്ട് മാറ്റാം. അതിനുശേഷം നല്ലതുപോലെ നമുക്കൊന്ന് ഇളകി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കരിവേപ്പിലയും കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ ബീഫ് നല്ല പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ വെന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിക്കാൻ നമ്മൾ കപ്പ ഉണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.